ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അപ്രോക്സിമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ടാൻജൻസ് ആൻഡ് നോർമൽസ്. ഒരു കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്താം, നോർമലിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്താം, അവയുടെ ഇക്വേഷൻസ് എങ്ങനെ കണ്ടെത്താം യൂസിങ് ഡെറിവേറ്റീവ്സ് എന്ന ആശയമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ. കൺസിഡർ എ കർവ്. ലെറ്റ് y ഈക്വൽ ടു f of x be the equation of the curve. ഈ കർവിന്റെ ഇക്വേഷൻ എന്താന്നിരിക്കട്ടെ, y ഈക്വൽ ടു f of x. Take any point on this curve. ഈ കർവിൽ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്താണ്, p. അതെന്താന്നിരിക്കട്ടെ, x1, y1. ആ പോയിന്റ് എന്താണ്, x1, y1. ആ പോയിന്റിൽ കൂടി ഞാൻ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. നിങ്ങൾക്കറിയാം, ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഞാൻ ആ പോയിന്റിൽ കൂടി എന്ത് വരച്ചു, ഒരു ടാൻജന്റ് വരച്ചു. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് p? ഈക്വൽ ടു എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് +1 പഠിച്ചു. ഒരു ലൈൻ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവിന്റെ ടേംസിലാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു അല്ലെ, ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. അതായത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് p എന്ന് പറഞ്ഞാൽ എന്താണ്, dy by dx at the given point at p. p എന്ന് പറഞ്ഞാൽ എന്താണ്, x1, y1 ഇവിടെ, അല്ലെങ്കിൽ at p എന്ന് എഴുതാം. സോ ഒരു കർവ് y ഈക്വൽ ടു f of x തന്നിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ആണ് p. ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ, അതിനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ആ ടാൻജന്റിന്റെ സ്ലോപ്പ്, അതായത് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് എന്താണ്, dy by dx at the given point. വളരെ സിമ്പിൾ അല്ലേ? സാധാരണ സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്മോൾ ലെറ്റർ m എന്ന ലെറ്റർ യൂസ് ചെയ്താണ്. സോ m ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു എന്താണ് ഫോർമുല, dy by dx at the given point. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, നോർമൽ. ദ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് ഈസ് കോൾഡ് നോർമൽ. ഈ നോർമലിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് അറ്റ് p. ദെൻ സ്ലോപ്പ് ഓഫ് ദ നോർമൽ അറ്റ് p is equal to എന്തായിരിക്കും? ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ദെൻ നിങ്ങൾക്കറിയാം, പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഈക്വൽ ടു -1. ഒരു സ്ലോപ്പ് m ആണെങ്കിൽ മറ്റേ സ്ലോപ്പ് -1/m എന്നറിയാം. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് m ആണ് എങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്തായിരിക്കും, -1/m. That is equal to, വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, -1/m എന്ന് പറഞ്ഞാൽ എന്താണ്, dy by dx at the given point. അല്ലെ, ആ പോയിന്റ് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സോ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, കാരണം ഫോർമുല dy by dx at the given point. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ നോർമൽ. എന്താണ് നോർമൽ? ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നോർമൽ എന്ന് പറയുന്നത്. സോ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഈസ് എന്താണ്, -1/, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. -1/, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, -1/, dy by dx at the given point. ഓക്കെ, രണ്ട് കാര്യങ്ങളായി കഴിഞ്ഞു. നെക്സ്റ്റ്, ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് നിങ്ങൾക്കറിയാം. ഒരു പോയിന്റ് അറിയാം, ആ ലൈനിന്റെ എന്തറിയാം, സ്ലോപ്പ് അറിയാം. പോയിന്റും അറിയാം, സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് m, പോയിന്റ് എന്താണ്, x1, y1. Then equation of the tangent is y minus y1 equal to slope into slope of the tangent m അല്ലേ, into x minus x1. നിങ്ങൾക്ക് പരിചയമുള്ള ഫോർമുലയാണ്, +1 പഠിച്ചിട്ടില്ലേ, പോയിന്റ് സ്ലോപ്പ് ഫോം. ഇവിടെ ഡെറിവേറ്റീവ് ആശയം വരുന്നു, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്, അത്രയും മാത്രമേ ഉള്ളൂ. സോ ടാൻജന്റിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല y minus y1 equal to m into x minus x1. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ നോർമൽ? ഇക്വേഷൻ ഓഫ് ദ നോർമൽ നിങ്ങൾക്കറിയാം, പറഞ്ഞോളൂ.
അല്ലെ? ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. വി ഹാവ് ആ പോയിന്റ് എന്താണ്? ആ ലൈനും ഏത് പോയിന്റ് ഉണ്ട്? x1 y1 എന്ന പോയിന്റ് ഉണ്ട്. സോ y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ നോർമൽ. എന്താണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ? -1/m ഇൻടു x മൈനസ് x1. അല്ലെ? ഇത് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഈസ് എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻടു x മൈനസ് x1. At the same time, equation of the normal of y minus y1 equal to -1/m into x minus x1. Next, one more thing. Consider a curve. ഈ കർവിലെ ഒരു പോയിന്റിൽ ഞാൻ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ആ ടാൻജന്റ് ഞാൻ x ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരച്ചത്. എങ്കിൽ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ്, ഈ ലൈനിന് ചരിവുണ്ടോ? എക്സ് ആക്സിസിന് പാരലൽ ആണ്, ചരിവില്ല. ദാറ്റ് മീൻസ് എന്താണ്? സ്ലോപ്പ് ഈസ് 0. അതായത് ഇഫ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് then slope of the tangent is 0. Very important. Slope of the tangent is എന്താണ്? 0. അപ്പോൾ if the tangent is parallel to x axis. അങ്ങനെയാണെങ്കിൽ if the tangent is parallel to y axis ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു പോയിന്റിൽ വരയ്ക്കുന്നു, അതെന്താണ്? ജസ്റ്റ് y ആക്സിസിന് പാരലൽ ആണ്. എന്താണ്? ഈ ലൈൻ y ആക്സിസിന് പാരലൽ ആണ്. എങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്തായിരിക്കും? 0. എന്താണ് കഥ? ഇഫ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ 0. എന്താണ് അതിന്റെ റീസൺ എന്നറിയോ? ഈ ലൈൻ y ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാൽ x ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 അല്ലേ? അപ്പോൾ m എന്ന് പറഞ്ഞാൽ എന്താണ്? tan 90. tan 90 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. ഇവിടെ കൊടുത്തു നോക്കുക. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ത് വരും? -1/∞. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ 0 എന്ന് പറയാൻ റീസൺ മനസ്സിലായില്ല എങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ട. 2 പോയിന്റ്. ഇഫ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു x ആക്സിസ് then slope of the tangent is 0. അതായത് dy/dx equal to 0. If the tangent is parallel to y axis then slope of the normal equal to 0. That is -1/dy/dx equal to 0. ഈ 2 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഉപയോഗിച്ച് 1-2 വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോബ്ലംസ് പിന്നാലെ നമ്മൾ ചെയ്യും. ചെറിയ സംഗതി കൂടെ. If the tangent is parallel to x axis then what is the equation of the tangent? ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ടാൻജന്റ് എക്സ് ആക്സിസിന് പാരലൽ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ലോപ്പ് 0, അതായത് m 0. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ത് കിട്ടും? y മൈനസ് y1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് y ഈക്വൽ ടു എന്താണ്? y1. അതായത് ഈ ലൈനിന്റെ ഇക്വേഷൻ അല്ലേ, അതെന്താണ്? എക്സ് ആക്സിസിന് പാരലൽ എങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു അതിന്റെ y കോർഡിനേറ്റ് ദാറ്റ് ഈസ് എന്താണ്? y1. അങ്ങനെയാണെങ്കിൽ what is the equation of the tangent if it is parallel to y axis? y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതായത് ഏത് ലൈനിന്റെ ഇക്വേഷൻ? ഈ ലൈനിന്റെ ഇക്വേഷൻ. ഇത് ആർക്ക് പാരലൽ ആണ്? y ആക്സിസിന്. ആൻസർ എന്തായിരിക്കും? x ഈക്വൽ ടു എന്താണ്? x ഈക്വൽ ടു ഈ x കോർഡിനേറ്റ്. ആ x കോർഡിനേറ്റ് നമ്മൾ ഇവിടെ എന്താ എടുത്തത്? x1 എന്നാണ് എടുത്തത്. ശരിയല്ലേ? വെറുതെ പറഞ്ഞു എന്ന് മാത്രം ചിന്തിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് slope of the tangent to the curve y equal to 3x square minus 4 at x equal to 4. x equal to 4 എന്ന് പറയുന്ന പോയിന്റിൽ ഈ കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ്? ഇതാണ് കാണേണ്ടത്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണുന്ന ഫോർമുല dy/dx at the given point. For that, first of all we have to find dy/dx. Simple differentiation. What is the derivative of 3x square? 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4 കോൺസ്റ്റന്റ് മാത്രം ഡെറിവേറ്റീവ് 0. സോ dy/dx ഈക്വൽ ടു എന്ത് കിട്ടി? 6x. നൗ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് at x equal to 4 ആണ് അല്ലേ? which is equal to dy/dx at x equal to 4 എന്ന് കാണിക്കാൻ ഇങ്ങനെ എഴുതിയാൽ മതി. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണെന്ന ഫോർമുല dy/dx at the given point. ഇവിടെ ആ പോയിന്റ് എന്താണ്? x equal to 4 എന്ന് പറഞ്ഞാൽ തൊട്ട് മേളിൽ dy/dx കണ്ടില്ലേ? അതിൽ x ന് എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. 6 into 4 എന്താണ്? 24. വളരെ സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y equal to x minus 1 by x minus 2 where x not equal to 2 at x equal to 10.
എക്സ് നോട്ട് ഈക്വൽ ടു 2 ആകുമ്പോഴാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഫംഗ്ഷന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് അറ്റ് എക്സ് ഈക്വൽ ടു 10 ആണ് കാണേണ്ടത്. വീണ്ടും നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണാൻ എന്തറിയണം? dy by dx. dy by dx കാണുക. y തന്നിട്ടുണ്ട്. മേളിലും ഫംഗ്ഷൻ ഓഫ് x, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് x. We have to apply quotient rule. എന്താണ് quotient rule? ഡിനോമിനേറ്റർ അതുപോലെ into derivative of numerator. ഒറ്റ സ്റ്റെപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്കറിയാം ഇവന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 into 1. അടുത്തത് 0 അല്ലേ, അത് എഴുതേണ്ട ആവശ്യമില്ല, 1 തന്നെ. മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ into derivative of denominator x minus 2 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 whole divided by square of the denominator x minus 2 the whole square. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ ചെയ്തോ. dy by dx equal to ഇവിടെ എന്താണ്? പ്ലസ് എക്സ്. ഈ മൈനസ് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഈ മൈനസും ഇവിടെ പ്ലസ് 1 മൈനസ് 2 പ്ലസ് 1 എന്താണ്? മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 ബൈ ഡിനോമിനേറ്റർ എന്താണ്? x minus 2 the whole square. അതുപോലെ എഴുതുക. Now again formula slope of the tangent is equal to എന്താണ്? dy by dx at the given point. ഇവിടെ എന്താണ് തന്നിട്ടുള്ള പോയിന്റ്? at x equal to 10 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് കാണേണ്ടത്. is equal to തൊട്ട് മേളത്തെ സ്റ്റെപ്പിൽ x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. മൈനസ് 1 by 10 minus 2 8 square എന്ത് കിട്ടും? 64 which is the slope. Question: find slope of the tangent and normal to the curve y equal to x cube minus x plus 1 at x equal to 2. ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും കാണണം, നോർമലും കാണണം. എന്ത് കാണണമെങ്കിലും ആദ്യം എന്ത് കാണണം? dy by dx കാണണം. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ ഇത് പഠിക്കാൻ കാരണം. ഓക്കെ, സോ dy by dx y തന്നിട്ടുണ്ട്, അവന്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ഡെറിവേറ്റീവ് 0. dy by dx കിട്ടി. നൗ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നിങ്ങൾക്കറിയാം. എന്താണ് ഫോർമുല? നിർബന്ധമായിട്ടും എഴുതണം. dy by dx at the given point. എന്താണ് തന്നിട്ടുള്ള പോയിന്റ്? x equal to 2. So which is equal to, very simple, x ന് 2 കൊടുക്കുക. 2 square 4 into 3 12 minus 1 that is equal to എന്താണ്? 11. ഈ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നൊട്ടേഷൻ ഉണ്ട്. എന്താണ്? m. Now what is slope of the normal? Slope of the normal that is equal to formula minus 1 by slope of the tangent. അതല്ലേ ഫോർമുല? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് m അല്ലേ? അപ്പൊ നൊട്ടേഷൻ കൊടുത്താൽ പോരെ? മൈനസ് 1 by m which is equal to minus 1 by m. m എന്താണ്? 11. So ടാൻജന്റിന്റെ സ്ലോപ്പ് 11 എങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് എന്താണ്? ഒറ്റയടിക്ക് തന്നെ എഴുതാം. റെസിപ്രോക്കൽ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി. ശരിയല്ലേ? മൈനസ് 1 by 11. ഇപ്പൊ സപ്പോസ് ടാൻജന്റിന്റെ സ്ലോപ്പ് 2 ആണ് എങ്കിൽ what is the slope of the normal? minus 1 by 2. അത്രേ ഉള്ളൂ. Find slope of the tangent and normal to the curve x equal to a cos cube theta, y equal to a sin cube theta at theta equal to pi by 4. ഇവിടെ കർവ് പാരാമെട്രിക് ഫോമിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും നോർമലും കാണണം. എന്ത് കാണണമെങ്കിലും dy by dx കാണണം. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചു. dy by dx കാണാൻ അതാണ് ഇവിടെ ഓർമ്മ വരേണ്ടത്. ശരി, നോക്കിയോളൂ. dy by dx കാണുന്ന ഫോർമുല എന്താണ്? x equal to function of theta, y equal to function of theta, then dy by dx equal to dy by d theta by dx by d theta. അതിനുവേണ്ടി ആദ്യം ഞാൻ dx by d theta കാണുന്നു. അതായത് ഇവന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. cos ക്യൂബ് തീറ്റയുടെ ഡെറിവേറ്റീവ് cos തീറ്റയെ ഞാൻ x എന്ന് വിചാരിച്ചാൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഡിഫറൻസിയേഷൻ അറിയണം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 into x സ്ക്വയർ. x എന്ന് വിചാരിച്ചത് cos തീറ്റ, അവന്റെ സ്ക്വയർ ഇൻറ്റു എന്താണോ x എന്ന് അസ്യൂം ചെയ്തത് അവന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. cos തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് sin തീറ്റ. കഴിഞ്ഞു. Similarly, dy by d theta, y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, ഇവന്റെ ഡെറിവേറ്റീവ് a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. What is the derivative of sin cube theta? Again sin theta x എന്ന് വിചാരിക്കുക. അപ്പോൾ x ക്യൂബ്, x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, x എന്ന് വിചാരിച്ച sin തീറ്റ അവന്റെ സ്ക്വയർ ഇൻറ്റു x എന്ന് അസ്യൂം ചെയ്തവന്റെ ഡെറിവേറ്റീവ് sin തീറ്റയുടെ ഡെറിവേറ്റീവ് that is cos theta. Now dy by dx equal to
ഫോർമുല നിർബന്ധമായിട്ട് എഴുതണം. dy by d theta by dx by d theta is equal to dy by d theta ഈ സംഗതി 3a sin square theta cos theta. ഈ സെയിം പ്രോബ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ടോ? നെക്സ്റ്റ് dx by d theta എന്തായിരുന്നു? മൈനസ് ആദ്യം എഴുതുന്നേ. -3a cos square theta sin theta is equal to എന്ത് കിട്ടും? 3a ക്യാൻസൽ, ഒരു സൈൻ തീറ്റയും താഴത്തെ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി, ഈ കോസ് തീറ്റയും താഴത്തെ ഒരു കോസ് തീറ്റയും പോയി. then sin theta by cos theta that is tan theta. ഒരു മൈനസ് ഉണ്ട്, അത് മറന്നു പോകരുത്, പലരും മറക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സോ dy by dx equal to എന്ത് കിട്ടി? -tan theta. now slope of the tangent. ഇനി സംഗതി വളരെ സിമ്പിൾ ആണ്. slope of the tangent കാണുന്ന ഫോർമുല എന്താണ്? dy by dx at the given point. ഇവിടെ എന്താണ്? ആ പാരാമെട്രിക് ടേം ആണ്, തീറ്റയിലാണ് തന്നിരിക്കുന്നത്. തീറ്റ ഈക്വൽ ടു π/4 that is equal to എന്ത് കിട്ടും? dy by dx -tan theta. തീറ്റയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? π/4 -tan π/4 that is equal to -tan π/4 വാല്യൂ 1. അതിനുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ കൊടുക്കുക, അറിയണം. So slope of the tangent -1. Then slope of the tangent നെയാണ് നമ്മൾ m എന്ന് പറയുന്നത്. Now what is slope of the normal? Very simple. Slope of the normal equal to formula -1/m that is equal to -1 by -1 that is +1. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാന്നുള്ളേ ഉള്ളൂ. ശരിയല്ലേ? Question. Find slope of the tangent and normal to the curve x equal to 1 minus a sin theta, comma y equal to b cos square theta at theta equal to π/2. Again curve parametric formula തന്നിട്ടുണ്ട്. We have to find slope of the tangent and normal at theta equal to π/2. For that, first of all we have to find dy by dx. For that we have to find dy by d theta and dx by d theta. First of all, what is dx by d theta? We have x equal to 1 minus a sin theta. Differentiating this equation with respect to theta. എന്ത് കിട്ടും? 1 constant ന്റെ ഡെറിവേറ്റീവ് 0. നെക്സ്റ്റ് minus a sin theta യുടെ ഡെറിവേറ്റീവ് minus a constant. sin theta യുടെ ഡെറിവേറ്റീവ് എന്താണ്? cos theta. Simple differentiation. Next we have to find dy by d theta. b cos square theta യുടെ ഡെറിവേറ്റീവ്, b constant മാറ്റി വെച്ചു. What is derivative of cos square theta? cos theta x എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 into x ന്റെ പ്ലേസിൽ cos theta into എന്താണോ x എന്ന് അസ്യൂം ചെയ്തത് അവന്റെ ഡെറിവേറ്റീവ് cos theta യുടെ ഡെറിവേറ്റീവ് minus sin theta. Now dy by dx equal to dy by d theta by dx by d theta. That is this one minus 2b cos theta sin theta whole divided by this one that is minus a cos theta. എന്ത് കിട്ടും? മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു പോയി, cos theta ക്യാൻസൽ ചെയ്തു പോയി. ബാക്കിയുള്ള ടേം എന്താണ് പറഞ്ഞോ? 2b sin theta divided by എന്താണ്? a that is dy by dx. ഇനി നിങ്ങൾക്കറിയാം slope of the tangent dy by dx at the point that is theta equal to π/2 which is equal to ഇതാണ് dy by dx. അതിൽ തീറ്റയ്ക്ക് എന്ത് കൊടുക്കണം? π/2. What is the value of sin 90? sin 91. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2b by a. slope of the tangent കിട്ടിയില്ലേ? Now slope of the normal that is -1/m which is equal to -1/m എന്ന് പറഞ്ഞാൽ slope of the tangent that is 2b by a. -1/2b by a എന്ന് പറഞ്ഞാൽ -a/2b എന്ന് വരും. കഴിഞ്ഞ പ്രോബ്ലം പോലെ യാതൊരു പ്രശ്നവുമില്ല. Next question, വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, important question. Find points at which the tangent to the curve y equal to x cube minus 3x square minus 9x plus 7 is parallel to the x axis. ഈ കർവിന്റെ ഏതൊക്കെ പോയിന്റിലുള്ള ടാൻജന്റ് ആണ് x ആക്സിസിന് പാരലൽ ആകുന്നത്? ആ പോയിന്റ്സ് ആണ് കണ്ടെത്തേണ്ടത്. ഈ കർവിന്റെ ഒരു റഫ് ഫിഗർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ സാധിക്കും ഏതൊക്കെ പോയിന്റ് ആകാൻ സാധ്യതയുണ്ട് എക്സ് ആക്സിന് പാരലായിട്ട് ടാൻജന്റ് കിട്ടുന്നത്. ഈ ഒരു പോയിന്റ് എടുത്തിട്ട് അല്ലെ ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് എന്തായിരിക്കും? എക്സ് ആക്സിസിന് പാരലായിരിക്കും. ശരിയല്ലേ?
അതുപോലെ വേറെ ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എടുത്ത് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുന്നു. അതും എന്തായിരിക്കും? എക്സ് ആക്സിസിന് എന്താണ്? പാരലൽ ആയിരിക്കും. അപ്പൊ 2 പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലായത് ഫിഗർ നമുക്ക് അറിയാന്നുള്ളത് കൊണ്ടാണ്. ഈ ഫിഗർ ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണേ? ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് 0. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇഫ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് then slope of the tangent is 0 എന്ന് പറഞ്ഞാൽ dy by dx 0, which is the condition. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തണം? dy by dx. സിമ്പിൾ ഡിഫറൻസിയേഷൻ. y തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് dy by dx equal to പറഞ്ഞോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x into 3 എന്ത് കിട്ടും? 6x മൈനസ് 9x ന്റെ ഡെറിവേറ്റീവ് -9 മാറ്റി വെച്ചു. x ന്റെ ഡെറിവേറ്റീവ് 1 -9 into 1 എന്ത് തന്നെയാണ്? -9 പ്ലസ് 7 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. സിമ്പിൾ ഡിഫറൻസിയേഷൻ. പിടിയിട്ടില്ലേ? x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, ഇവന്റെ ഡെറിവേറ്റീവ് x സ്ക്വയർ 2x -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6x മൈനസ് 9x ന്റെ ഡെറിവേറ്റീവ് -9 മാറ്റി വെച്ചു. x ന്റെ ഡെറിവേറ്റീവ് 1 -9 into 1 ആണ് -9 എന്ന് എഴുതിയത്. dy by dx കിട്ടി. നെക്സ്റ്റ്, സിൻസ് the tangent is parallel to x axis, what is the condition? Tangent x axis ന് parallel ആണെങ്കിൽ slope equal to 0, that is slope of the tangent എന്ന് പറഞ്ഞാൽ dy by dx equal to 0. dy by dx ഇതല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താം. 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 9 ഈക്വൽ ടു 0. ഒരു 3 കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? x സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു 0. x equal to minus b plus or minus root b square minus 4ac by 2a യൂസ് ചെയ്ത് x ന്റെ വാല്യൂ കണ്ടെത്താം. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 നമ്പേഴ്സ് ഏവ? 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -2 -3 പ്ലസ് 1 രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? -3. സോ ഫാക്ടേഴ്സ് x minus 3 into x plus 1, അതായത് x equal to എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് -3 എന്ന് പറയുന്ന +3 +1 എന്ത് കൊടുക്കുക? -1. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് x ന്റെ വാല്യൂ കണ്ടെത്തുക. നമുക്കിവിടെ പോയിന്റ്സ് ആണ് കാണേണ്ടത് അല്ലേ? പോയിന്റ്സ് മീൻസ് x കോർഡിനേറ്റും ഉണ്ട് y കോർഡിനേറ്റും ഉണ്ട്. അപ്പൊ x കോർഡിനേറ്റ് ആദ്യം കിട്ടി. അതായത് when x equal to 3, what is the value of y? y ന്റെ വാല്യൂ കാണണം. ആ y ന്റെ വാല്യൂ കാണാൻ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഗിവൺ ഇക്വേഷനിൽ കൊടുക്കുക. x ന്റെ വാല്യൂ 3 അല്ലേ? അപ്പൊ 3 ക്യൂബ് 27. നെക്സ്റ്റ് ഇവിടെ എന്തോരും? 3 സ്ക്വയർ 9 into 3 27. നെക്സ്റ്റ് x ന് എന്താ കൊടുക്കേണ്ടത്? 3 ആണ്. അപ്പൊ അഗൈൻ -27 ഫൈനലി +7 എന്ത് കിട്ടും? +27 -27 ക്യാൻസൽ ചെയ്തു പോയി. -27 + 7 that is -20. അതായത് ഒരു പോയിന്റ് ഈസ് ഒരു പോയിന്റ് എന്താണ്? x, y 3, -20. ഇതാണ് ഒരു പോയിന്റ് 3, -20. ഇനി വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. അത് കാണാൻ x ന് എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. അപ്പൊ y യുടെ വാല്യൂ എന്തായിരിക്കും? x equal to -1 ആകുമ്പോൾ y യുടെ വാല്യൂ -1 ന്റെ ക്യൂബ് -1. നെക്സ്റ്റ് ഇവിടെ എന്താണ്? -1 ന്റെ സ്ക്വയർ 1 1 into -3 -3. നെക്സ്റ്റ് ഇവിടെ x ന് -1 -9 -1 +9 ലാസ്റ്റ് +7. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലേ? 9 - 4 5 + 7 12 എന്ന് കിട്ടും. അതായത് the another point is എന്താണ്? x, y -1, 12 which is the conclusion. എന്താണ്? നോക്കിക്കോളൂ. ഒരു പോയിന്റ് എന്താ കിട്ടിയത്? 3, -20. അത് ഏതായിരിക്കും? നമ്മുടെ ഫിഗർ നോക്കി നോക്ക് അല്ലേ? ഞാൻ റഫ് ഫിഗർ വരച്ചാണ്. 3, -20. ഇത് എന്താണ്? ഇത് 3 ആണെങ്കിൽ അതിന് നേരെ -20 ഇതായിരിക്കും. ഈ പോയിന്റ് ആണ് ഇത്. നെക്സ്റ്റ് മറ്റൊന്ന് -1, 12. x ആക്സിൽ -1 അല്ലേ? -1 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് 12. അപ്പൊ ഈ പോയിന്റ് ശരിയല്ലേ? അപ്പൊ 2 പോയിന്റ് കിട്ടി എന്ന് നമുക്ക് മനസ്സിലായി. അത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഫിഗർ അറിയാവുന്നതുകൊണ്ട് ഊഹിക്കാം. ഫിഗർ അറിഞ്ഞുകൂടായെങ്കിലും ഈ പ്രോബ്ലം ചെയ്യാൻ അറിയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, another important question, higher secondary question. Find points on the curve x square by 9 plus y square by 16 equal to 1. At which the tangents are, first case parallel to x-axis, second case parallel to y-axis. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു കർവാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ കർവ് നിങ്ങൾക്ക് വലിയ പരിചയമുള്ളതായിരുന്നില്ല.
ഇവിടെ എന്താണ്? ഫൈൻഡ് പോയിന്റ്സ് ഓൺ ദ കർവ് x²/9 പ്ലസ് y²/16 ഈക്വൽ ടു 1. ഇതെന്താണ്? എലിപ്സ് ആണെന്ന് അറിയാം. ഈ എലിപ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടൈപ്പാണ് മേജർ ആക്സിസ് y ആക്സിസിൽ വരുന്ന ടൈപ്പാണ് ഈ എലിപ്സ്. ഇതൊക്കെ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിഗർ വരച്ചു. നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ കർവിന്റെ ടാൻജന്റ് x ആക്സിസിന് പാരലൽ ആണ്. ടാൻജന്റ് x ആക്സിന് പാരലൽ ആണെങ്കിൽ ഇങ്ങനെ വരണ്ടേ? എങ്കിൽ ഈ പോയിന്റ് എന്ത്? അതുപോലെ ഈ പോയിന്റ് ഇവിടെ ഒരു സാധ്യതയില്ലേ? ടാൻജന്റ് x ആക്സിസിന് പാരലൽ ആകണമെങ്കിൽ ഏത് പോയിന്റിൽ കൂടെ കടന്നു പോകണം? അപ്പോൾ പോയിന്റ് ഓഫ് ടാൻജൻസി ഇതുമാകാം ഇതുമാകാം. അത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കണ്ടെത്താം. കഴിഞ്ഞ വർഷം പഠിച്ചു. എന്താണ്? ഈ ഡെറിവേറ്റീവ് എന്ന ആശയം ഇല്ലാതെ തന്നെ ആൻസറിലേക്ക് എത്താം. നിങ്ങൾക്ക് പറയാം. പറഞ്ഞോ എന്താണ്? ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ്, ആ ഹൈറ്റ് എന്താണ്? 4 എന്നറിയാം. അപ്പൊ ഈ പോയിന്റ് 0,4, ഇത് 16 അല്ലേ? അപ്പോൾ എന്തൊരു 0,4. അതുപോലെ താഴോട്ടുള്ള എന്താണ്? 0,-4. അതായത് എക്സ് ആക്സിസിന് ടാൻജന്റ് പാരലൽ ആണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? 0,4-ഉം 0-4-ഉം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? അതേപോലെ y ആക്സിസ് ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ, അതല്ലേ രണ്ടാമത്തെ കേസ്. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഇവിടെ വരും അല്ലെ? ഇങ്ങനെ വരും. അതായത് ഈ പോയിന്റും ഇപ്പുറത്തെ പോയിന്റും ഈ പോയിന്റും കണ്ടെത്തിയാൽ മതി. ആ പോയിന്റുകൾ എന്താണ്? പറഞ്ഞോളൂ. ഈ ഇത് മുതൽ ഇതൊരു ഡിസ്റ്റൻസ് 3 ആണ്. അപ്പൊ 3,0. രണ്ടാമത്തത് -3,0. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഈ പ്രോബ്ലം ചോദിച്ചാൽ ഈ ഐഡിയ മതി. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ടാൻജന്റ് x ആക്സിന് പാരലൽ ആണെങ്കിൽ ആ പോയിന്റ്സ് എന്തായിരിക്കണം? 0,4-ഉം 0,-4-ഉം. ടാൻജൻസ് y ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആ പോയിന്റ്സ് എന്തായിരിക്കും? 3,0 -3,0. പക്ഷെ നമുക്കിവിടെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്താണ് കാണേണ്ടത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? dy/dx കാണണം. നോക്കിക്കോ. x²/9 പ്ലസ് y²/16 ഈക്വൽ ടു 1. അതാണ് ഇവിടത്തെ കർവ്. അത് എഴുതുക. Which is an implicit function. dy/dx കാണാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. നിങ്ങൾക്കറിയാം. ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് 1/9 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. What is the derivative of x²? That is 2x plus y²/16 ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. 1/16 മാറ്റി വെച്ചു. y² ന്റെ ഡെറിവേറ്റീവ് 2y. y ആയതുകൊണ്ട് ഇൻടു dy/dx ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 1 കോൺസ്റ്റന്റ് മാത്രം. ഡെറിവേറ്റീവ് എന്താണ്? 0. ത്രൂ ഔട്ട് ആയിട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ബാക്കി എന്താ ഉള്ളത്? y/16 ഇൻടു dy/dx ഈക്വൽ ടു ഈ ടൈം എഴുതി. ഇത് അപ്പുറത്ത് പോകുമ്പോൾ +x/9, അപ്പുറത്ത് പോകുമ്പോൾ -x എന്ത് വരും? 9. That is dy/dx equal to എന്ത് കിട്ടും? ഈ 16 മേളിൽ പോകും -16/9. 16 മേളിൽ വരും -16/9. അടുത്ത് y നേരെ താഴെ വരും x/y എന്ന് കിട്ടും. So dy/dx equal to -16x by എന്താണ്? 9y അല്ലെങ്കിൽ -16/9 into x/y എന്ന് കിട്ടി. ഇനി ഒന്നാമത്തെ പാർട്ട്. Since the tangent is parallel to x-axis. ടാൻജന്റ് x ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആ പോയിന്റ് കണ്ടെത്തണം അല്ലേ? നമുക്കറിയാം ടാൻജന്റ് പാരലൽ ടു x ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു 0. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy/dx ഈക്വൽ ടു 0. ഒറ്റ സ്റ്റെപ്പിൽ എഴുതി കൂടെ എഴുതാം. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താണ്? -16/9 x/y ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താണ്? അങ്ങ് 0 ആയിപ്പോ. -16x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. x ഈക്വൽ ടു 0. x 0 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? അത് കണ്ടെത്തണം. അതിനുവേണ്ടി എവിടെ പോകണം? നേരെ ഗിവൺ ഇക്വേഷൻ x 0 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 0. അപ്പൊ എന്ത് കിട്ടൂടാ? y²/16 ഈക്വൽ ടു 1. y² ഈക്വൽ ടു 16. y ഈക്വൽ ടു +or-4 എന്ന് കിട്ടും. y ഈക്വൽ ടു +or-4. ഒറ്റ സ്റ്റെപ്പിൽ എഴുതട്ടോ. +or-4. Therefore points are ഏതൊക്കെയാണ്? x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് +4 ആകാം -4 ആകാം. There are 2 points. One is 0,4, another one is 0,-4. The second part, if the tangent is parallel to y axis, what is the point of tangency? അതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി since the tangent is parallel to y axis, ടാൻജന്റ് y ആക്സിസിന് പാരലൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഈക്വൽ ടു 0.
സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഈക്വൽ ടു 0. തുടക്കത്തിൽ അതിന്റെ തിയറി പറഞ്ഞു. സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറഞ്ഞാൽ -1/dy/dx ഈക്വൽ ടു 0. ദാറ്റ് ഈസ് dy by dx ഇതാണ്. ഇവന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്നിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 9y by 16x ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ? dy by dx ഇതാണ്. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 9y by -16x എന്നിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടേ, അപ്പോൾ ഇത് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ. ഇവിടെ എന്ത് കിട്ടും പറഞ്ഞോ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് y ഈക്വൽ ടു എന്ത് കിട്ടി? 0. y 0 ആണെങ്കിൽ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് x അതാണ് കാണേണ്ടത്. അതിനുവേണ്ടി ഗിവൺ ഇക്വേഷനിൽ കൊടുക്കുക. y ഈക്വൽ ടു 0, ഇത് 0. അപ്പോൾ എന്ത് കിട്ടും? x²/9 ഈക്വൽ ടു 1. ശരിയല്ലേ? y 0, അപ്പോൾ ഇത് 0. x²/9 ഈക്വൽ ടു 1, x² ഈക്വൽ ടു 9, x ഈക്വൽ ടു ±3 എന്ന് കിട്ടും. Therefore points are, രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 3,0യും മറ്റൊന്ന് എന്താണ്? -3,0യും. അതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത്? 3,0യും -3,0യും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദ നോർമൽ, ഈ ആശയത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റിൽ ചെയ്ത പ്രോബ്ലം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കി പഠിക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ ഇതിന്റെ തുടർച്ച ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.